ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് കുഞ്ഞാൻ നല്ല ഫ്രഷ് കരിമീൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുഴയിൽ നിന്ന് എവിടുന്നോ പിടിച്ചതാണ് കേട്ടോ. എന്താണ് പിടിച്ച മീനാണ്, ഏതായാലും ഫ്രഷ് മീനാണ്. അപ്പോൾ അങ്ങനെ ചെറുതും വലുതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ 2-3 ഐറ്റംസ് മീനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വൃത്തിയാക്കാൻ വിചാരിച്ച് അങ്ങനെ അത് വൃത്തിയാക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ അതിൻ്റെ ചുറ്റോറം വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ, മീൻ കണ്ടിട്ട്. കരിമീൻ അറിഞ്ഞപ്പോൾ അപ്പോൾ അനൂസ് ഇങ്ങനെ പറയേണ്ടത് ദേശീയ മത്സ്യമാണ് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ ഇരുത്തിരുന്നിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കത്രിക എടുത്തിട്ട് അതിൻ്റെ ചിറകൊക്കെ ഉണ്ടല്ലോ, മുള്ളുള്ള ഭാഗം, അതൊക്കെ ഒന്ന് വെട്ടിക്കളയാൻ വിചാരിച്ചിട്ടോ. കത്തി കൊണ്ട് വെട്ടിയാലും കൈമ മുറിയാവും. അപ്പോൾ ഞാൻ കത്രിക കൊണ്ട് വെട്ടാൻ വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കുഞ്ഞാൻ വന്നിട്ട് ഞാൻ വൃത്തിയാക്കി തരാൻ പറഞ്ഞിട്ടോ. പിന്നെ ഞാൻ വേണ്ട അറിഞ്ഞ് കുഞ്ഞാൻ ഇരുന്നാൽ പിന്നെ അങ്ങനത്തെ ഒക്കെ പെട്ടെന്ന് വൃത്തിയായി കിട്ടും. പിന്നെ മീനും ഇറച്ചിയൊക്കെ ഇട്ടോ, മീൻ പെട്ടെന്ന് വൃത്തിയാക്കി തരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നേരാക്കിക്കോളാം. അങ്ങനെ ഞാനത് വൃത്തിയാക്കി ഇരിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ മുറിച്ചിട്ടിട്ട് പിന്നെ കത്തി കൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ ചെളുക്ക, അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അനും റിസൊക്കെ മീൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ ഞാൻ മസാല കൂട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആവശ്യത്തിന്. പിന്നെ കുരുമുളക് പൊടി ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് ചതച്ചല്ല പേസ്റ്റാക്കിയിട്ട് അതെടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട്, പിന്നെ കുറച്ച് 2-3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ, പച്ച വെളിച്ചെണ്ണ. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് അങ്ങനെ നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടോ. അപ്പോൾ ഞാൻ എരിവിന് ഞാൻ സാധാ മുളക് പൊടി എടുത്തിട്ടില്ല കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നിറം കിട്ടും, കുറച്ച് എരിവെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് തിന്നും ചെയ്യാമല്ലോ വിചാരിച്ചിട്ട്, പിന്നെ നല്ലൊരു കളറാണല്ലോ. അപ്പോൾ അങ്ങനെ അത് മസാലയൊക്കെ ആക്കുകയാണ് കേട്ടോ ഞാൻ മീനിൽ. അപ്പോൾ നമ്മൾ അനൂസ് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വലിയ മീൻ വേണമെന്ന് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് മസാലയൊക്കെ കൂട്ടി ഇതാക്കിയപ്പോൾ എനിക്ക് കുറച്ച് വേപ്പിൻ്റെലൊക്കെ പൊട്ടിച്ച് കൊടുന്നു തന്നു കേട്ടോ. പിന്നെ പൊരിക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൈ, അതുപോലെ കടുക് പൊട്ടിക്കുക അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ വേഗം പോയിട്ട് വേപ്പിൻ്റെല കൊടുന്നു തരും. അപ്പം ഞാൻ തക്കാളിക്കറി ഉണ്ടാക്കുകയാണെങ്കിലും എനിക്ക് വേപ്പിൻ്റെല മസ്റ്റാണ് കേട്ടോ. വേണ്ടാന്നൊക്കെ പറഞ്ഞാലും കൊടുന്നു തരും. അങ്ങനെ അതൊക്കെ അതിൻ്റെ ഇടയിൽ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ മീനിലൊക്കെ ഞാൻ മസാല പിടിപ്പിച്ചിട്ടോ. പിന്നെ മാന്തളി മീൻ ഉണ്ട് ഒരു പരന്ന ഐറ്റംസിൽ, പിന്നെ ഒരു നീണ്ടൊരു പുഴ മീൻ എന്തോ ഉണ്ട്. അങ്ങനെ അതൊക്കെ ഒരു മസാല പിടിപ്പിച്ച് പിന്നെ അങ്ങനെ ഞാനതൊരു അത് ഫ്രീസറിൽ വെച്ചിട്ടോ. ഒരു മണിക്കൂർ വെച്ചാൽ നല്ലതുപോലെ മസാല പിടിച്ച് കിട്ടും കേട്ടോ. നമ്മൾ മസാല കൂട്ടിയൊക്കെ തന്നെ ഏത് മീനായാലും പൊരിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, കാരണം ഉപ്പും മുളകൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു മണിക്കൂറൊന്നും ഇരിക്കാൻ ടൈമില്ല, കാരണം കുട്ടികൾ ഇപ്പം തന്നെ പൊരിക്കും അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ പൊരിക്കാൻ വെച്ചു കേട്ടോ. പൊരിക്കാനല്ല, ഫ്രീസറിൽ വെച്ചു കേട്ടോ. അപ്പോൾ അത് നമ്മൾ അനുട്ടി പാഞ്ഞു വന്നിട്ട് പൊരിച്ചെരിമ അറിഞ്ഞിക്കണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ പൊരിച്ച് തരാൻ പറഞ്ഞ് അങ്ങനെ ഓൻ തന്നെ പൊരിക്കാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പൊരിച്ചോളാം, ഈ പൊരിക്കണ്ട. അങ്ങനെ അതിന് തല്ലുകൂടി കിട്ടോ, എനിക്ക് പൊരിക്കണം എന്ന് അറിഞ്ഞിക്കണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ പാൻ വെച്ച് ചൂടാക്കി അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിലും കൂടി മിക്സാക്കി വെച്ചൊക്കെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നല്ല ജീരകം ഇട്ടു കേട്ടോ, വലിയ ജീരകം ഉണ്ടല്ലോ അതിട്ട്, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ 2-3 മീൻ അതിൽ വെച്ചിട്ടോ. 3 മീനെ നമുക്കതിൽ പൊരിക്കാൻ പറ്റണുള്ളൂ. അപ്പോൾ 3 മീൻ ഇട്ടിട്ടാ നമ്മൾ അനൂസിനും മിന്നൂസിനും റെസുട്ടിക്കും കൊടുക്കുക. ആദ്യം പൊരിച്ചതിച്ചിട്ട് അങ്ങനെ അത് പൊരിച്ച് അങ്ങനെ ഒരു 5 മിനിറ്റ് ഞാൻ മൂടി വെച്ചു കേട്ടോ, ചെറിയ തീയിലിട്ടിട്ട്. പിന്നെ ഞാനതൊരു മറിച്ചിട്ട് അങ്ങനെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും ചെറിയ ചീരുള്ളിയും പിന്നെ ചുവന്നുള്ളി ഇട്ടോ, പിന്നെ ഇഞ്ചി അല്ല വെളുത്തുള്ളിയും ഒന്ന് ചെറുതായി ചതച്ചെടുത്തു കേട്ടോ, കുറച്ച് ഒരു 5-8 എടുത്തിട്ട്. പിന്നെ അപ്പോൾ അത് ചതച്ചത് ഞാൻ മീൻ മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ എണ്ണയൊക്കെ അങ്ങനെ പൊങ്ങി വരുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇടമുള്ള സ്ഥലം, അവിടെ അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു കേട്ടോ. അത് മറിച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തത്. ആദ്യം ഇട്ട് കൊടുത്തത് അത് കരിയും കേട്ടോ. അപ്പോൾ ഞാൻ മറിച്ചിട്ടതിന് ശേഷം ഇട്ട് കൊടുത്ത്. എന്നിട്ട് നമ്മൾ അനൂസ് അറിഞ്ഞമ്മ വായൻ്റെ ഇലയിൽ നമ്മൾ പൊരിക്കുക മസാല ഇട്ടാണ്. അപ്പോൾ നമ്മൾ അതിനൊന്നും ടൈമില്ല. അപ്പോൾ ഒരു വായൻ്റെ ഇല എടുത്ത് തുറന്നിട്ട്
എൻ്റെയൊക്കെ തന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതുകൊണ്ടൊന്ന് മൂടി വെച്ചിട്ട് പാത്രം കൊണ്ട് മൂടിയിട്ട് പിന്നെ നല്ലൊരു നമ്മൾ ചെറിയ അമ്മിക്കുട്ടി ഉണ്ടല്ലോ അതവിടെ വെച്ചു കേട്ടോ. കാരണം നല്ല ഒരു സ്മെല്ല് കിട്ടുമല്ലോ വായൻ്റെ എല്ലാം. അങ്ങനെ ഒരു 5 മിനിറ്റ് മൂടി വെച്ചു കേട്ടോ. അങ്ങനെ ഞാനത് എടുത്തപ്പോൾ നല്ലൊരു വായൻ്റെ എല്ലാം സ്മെല്ല് കേട്ടോ. നല്ല ടേസ്റ്റ്, നമുക്കൊരു നല്ലൊരു രസമുള്ളൊരു സ്മെല്ല് കേട്ടോ. അങ്ങനെ ഞാൻ അതങ്ങനെ പൊരിച്ചു. പിന്നെ ഇതാ ചോറ് അപ്പോഴത്തേന് വിളമ്പിയിട്ടുണ്ട്. മക്കളൊക്കെ അനൂസ് എനിക്ക് വായൻ്റെ ഇലയിൽ ചോറ് മതി, അപ്പോൾ മിന്നുവിനും റസൂനൊക്കെ അങ്ങനെ മതി കേട്ടോ. അങ്ങനെയൊക്കെയോ അനൂസൻ്റെ വായൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചോറിന് കഴുകി അതിൽ ചോറ് വിളമ്പി. അപ്പം ഇന്ന് കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ എന്താണ് മീനും ചോറും കൂടെ കൂട്ടിയിട്ട് ഞാൻ ലേശം വെളിച്ചെണ്ണയും ഇതൊക്കെ ഒറ്റിച്ചു കൊടുത്തിട്ടോ, ഞങ്ങൾ കുറച്ച് ഉപ്പും. അങ്ങനെ ചോറിനാണ് കേട്ടോ എല്ലാവരും കൂടെ ഇരുന്നിട്ട്. അപ്പം മീനിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു രസമുള്ള നല്ല ഫ്രഷ് മീനായിട്ടായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ കരിമീൻ. അപ്പോൾ കരിമീൻ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ എനിക്ക് വാങ്ങാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. പക്ഷെ ഭയങ്കര നല്ല റേറ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ നമ്മൾ വാങ്ങാറില്ല കേട്ടോ സത്യത്തിൽ കരിമീൻ. അപ്പോൾ ഇത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കുഞ്ഞുൻ്റെ കൂട്ടുകാരൻ കൊടുത്തപ്പോൾ അങ്ങനെ കൊടുന്നാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ തിന്ന് നമ്മളൊരു വൈകിട്ട് നമ്മളെ മിന്നുട്ടിക്ക് സ്പോർട്സിന് ഡ്രസ്സ് എടുക്കാൻ പോകും കേട്ടോ. സ്പോർട്സിന് ഡ്രസ്സിന് വേണമെന്ന് പറഞ്ഞാൽ എന്താണ് ജെയ്സിയോ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അത് എടുക്കാൻ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ കാടാൻ പോയി നമ്മളെ എന്താ പറയുക കടൻ്റെ പേര് ഞാൻ മറന്ന്, നമ്മൾ റീനുവിൻ്റെ ഒരു കൂട്ടുകാരത്തിൻ്റെ ഉപ്പാൻ്റെ കടയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിക്ക് പോയി അങ്ങനെ കുപ്പായ ടീഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ സ്പോർട്സിൻ്റെ തന്നെ. അപ്പോൾ അവൾക്ക് അവിടുന്ന് അതിക്കുള്ള ട്രൗസർ നോക്കിയപ്പോൾ വലുതാണ് കേട്ടോ. അങ്ങനെ റീനു അനൂസിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ച അവിടുന്ന് പോകുന്നു കേട്ടോ. പിന്നെ വേറൊരു കടയിൽ കയറിയിട്ട് ഏതായാലും അവിടുന്ന് അവൾക്ക് പാകത്തൊരു ട്രൗസർ കിട്ടി കേട്ടോ. അങ്ങനെ അത് രണ്ടും വാങ്ങി അങ്ങനെ ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് വീട്ടിൽ വന്നിട്ട് കെടാട്ടുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു തൊപ്പിയും കണ്ട് അങ്ങനെ തൊപ്പിയും വെച്ച് നല്ല രസമുണ്ട് കേട്ടോ. അതിട്ടപ്പോൾ അവളെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയിട്ട. ഏത് ടൈമിലും ഈ ഒരു സംഭവമായിട്ടപ്പോൾ ഓട്ടം 3 കൂടെ ഓടൽ എന്താണ് വീടിനകത്തും പുറത്തൊക്കെ തന്നെ പരിപാടി ഇട്ടാൽ ഞാൻ ഒച്ചട്ടും മടുത്തുക്കണം. ഫുൾ ടൈം ഓട്ടം തന്നെ. അപ്പോൾ ഇന്നിപ്പോൾ മാഷ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത്, എന്നിട്ടൊരു ഒതുങ്ങി നിന്നിട്ടില്ല കേട്ടോ. ഓട്ടം തന്നെ ഫുൾ ടൈം ഓട്ടം. അങ്ങനെ അതിട്ടിട്ടുള്ള കിടക്ക് ഒരു വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. എൻ്റെ വീഡിയോ എടുക്കും പറഞ്ഞിട്ട് അത് തരികയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അവൾ കിടന്നുറങ്ങി. ഞാൻ നാളെ രാവിലെ എണീറ്റിട്ട് സ്പോർട്സിന് പോകാണ്ട് കേട്ടോ. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.